ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക പുറത്തിറക്കി ബി.ജെ.പി. പക്ഷേ ഈ പ്രകടന പത്രിക ആം ആദ്മി പാർട്ടിക്ക് എട്ടിന്റെ പണിയാണ്. പ്രതിഷേധവുമായി കെജ്രിവാളുമുണ്ട് രംഗത്ത്. ഡൽഹിയിലെ ഓരോ സ്ത്രീകൾക്കും പ്രതിമാസം 2500 രൂപ നൽകുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സങ്കൽപ് പത്ര എന്ന് അറിയപ്പെടുന്ന പദ്ധതിയിലൂടെ മഹിളാ സമൃദ്ധി യോജന വഴിയാണ് തുക വിതരണം ചെയ്യുന്നത്. ബി.ജെ.പിയുടെ ഈ ഞെട്ടിപ്പിക്കുന്ന നീക്കം ആം ആദ്മി പാർട്ടിക്കുള്ള വലിയ തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ. വെള്ളിയാഴ്ച ബി.ജെ.പി. ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദയാണ് ഈ ഒരു വാഗ്ദാനം പുറത്തിറക്കിയത്. എന്നാൽ ഒട്ടും താമസിയാതെ ഈ ആനുകൂല്യങ്ങൾ തങ്ങളുടേതിൽ നിന്നും കോപ്പിയടിച്ചതാണെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ജനപ്രിയ വാഗ്ദാനങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടാനാണ് ബി.ജെ.പിയുടെയും നീക്കം. ദേശീയ തലസ്ഥാനത്ത് നിലവിൽ നടപ്പിലാക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും തുടരുമെന്ന് പാർട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഉടൻ, അതായത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 5 ലക്ഷം രൂപയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുമെന്ന് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തു. 51 ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് വികസിത ഡൽഹിക്കുള്ള അടിത്തറ എന്നാണ് നദ്ദ പ്രകടന പത്രികയെ വിശേഷിപ്പിച്ചത് പോലും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഓരോ പാർട്ടിയും പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ. കഴിഞ്ഞ ദിവസം മോഹന വാഗ്ദാനങ്ങളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയും കണ്ടു. 500 രൂപയ്ക്ക് എല്ലാവർക്കും LPG സിലിണ്ടർ, 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, റേഷൻ കിറ്റുകൾ സൗജന്യം, സ്ത്രീകൾക്ക് മാസം 2500 രൂപ, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മാസം 8500 രൂപ എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക. സാധാരണക്കാരായവർക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? ഇപ്പോഴിതാ ബി.ജെ.പിയും സാധാരണക്കാരെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. അധികാരം പിടിച്ചെടുക്കുക എന്നത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയെ തൂത്തെറിയുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് കണ്ടറിയേണ്ടി വരും.